നോക്കിയാണ് ഡോക്ടറെ ഇപ്പൊ പോയില്ലൊരു പെണ്ണ് ഓളെത്തി നിങ്ങൾ എടുത്തന്നേ എന്നെ കാണിക്കാൻ വന്ന എന്താ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഓളെ കല്യാണം കഴിച്ച് കാര്യം തീർത്തണല്ലോ, പിന്നെ പെങ്ങളെടുത്ത് കാണിച്ചാൽ വരാൻ. കാര്യം തീർത്തോളം എൻ്റെ അടുത്ത് കാണിക്കാൻ വരാൻ പറ്റില്ല. അവളെ പള്ളയോളം വെക്കണല്ലേ. ഓളെ ഭർത്താവ് കള്ളം നെഞ്ചാവായിരുന്നില്ലേ? കാര്യം തീർത്ത് ഓളെ ഉമ്മയും നല്ലൊരു മോളല്ലേ അത്? ഓളെ ഉമ്മയും പാപ്പയും വേറെ നല്ലൊരു ചെക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് ഓളിപ്പം വയറ്റിലുണ്ടോ ഓൾക്ക്? അതിനെന്താ പ്രശ്നം? വേറെ കല്യാണം കഴിഞ്ഞോ? ഓ ഞാൻ അറിഞ്ഞില്ല. എന്നാലേ എന്റെ ബാപ്പേ, നിങ്ങളെ പോലുള്ളവരെ അറിയാതെ തന്നെയാണ് നല്ലത്. എത്താ ഡോക്ടർ അങ്ങനെ അറിയണേ? എന്റെ എന്താപ്പോ ഓടി വന്ന് ചോദിക്കണ മറ്റുള്ളവരുടെ കാര്യം? അല്ല നിങ്ങൾക്ക് നന്നായിക്കൂടെ? നന്നാനൊന്നായില്ല. ഞാൻ നന്നാവാൻ വിചാരിച്ച്. നിങ്ങൾ നന്നായിക്കോളി. നിങ്ങളെ അപ്പം ഞാൻ നന്നാണുണ്ടോ? എന്റെ കൂടെ നിങ്ങൾ നന്നായിക്കോ. അതിനെന്താ? നിങ്ങൾ ആദ്യം നന്നായിക്കോളി, ഞാൻ പിന്നെ നന്നായിക്കൊണ്ട് നന്നാവും. പിന്നെ നന്നായിക്കൊണ്ട് എന്നോട് എല്ലാരും ചോദിക്കണ്ടേ എന്ത് നിങ്ങൾക്ക് നന്നായിക്കൂടെ നന്നായിക്കൂടെ എന്ന് ചോദിക്കണ്ടേ എന്നോട്. അപ്പൊ നിങ്ങൾ പറ്റ കേടെന്നെടുക്കേനിപ്പോ? എന്റെ അമ്മ ഇരിക്കി. ഞാൻ ചോദിച്ചു നിങ്ങളിപ്പോ എങ്ങനെ നന്നാൻ വിചാരിച്ചു? നിങ്ങൾ അതിനകത്ത് കേടുന്നിനിയോ? അതാ ഞാൻ ആലോചിച്ചേ. ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങളിപ്പോ ഓടി വന്ന് മറ്റുള്ളവരുടെ കാര്യം ചോദിച്ചില്ലേ? അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളെ കാര്യം നോക്കി ജീവിച്ചാൽ മതി. അതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെയാണ് നന്നാവുക നമ്മൾ. മനസ്സിലായോ? പെണ്ണുങ്ങൾക്ക് കുറച്ചധികം മറ്റുള്ളവരുടെ കാര്യം അറിയല്. രണ്ടാമത്തത്, നമ്മളിപ്പോൾ പലരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിരിക്കും. എന്താണ് മോശപ്പെട്ടത് പറഞ്ഞു തന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അറിയാത്തത് പറഞ്ഞു തന്നിരിക്കും, നമ്മൾ ചെയ്യാത്തത് പറഞ്ഞു തന്നിരിക്കും, നമ്മുടെ ബാക്കിൽ പറഞ്ഞു തന്നിരിക്കും, നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്നിരിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രതികരിക്കണ്ട. നമ്മളിങ്ങനെ സംയമനം പാലിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ശാന്തമായിരിക്കുക. അങ്ങനെയാണ് നമ്മൾ നന്നാവൽ. മനസ്സിലായോ? രണ്ടാമത്തെ നന്നാവൽ. മൂന്നാമത്തെ നന്നാവൽ, മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കണ്ടിട്ടേ അവരുടെ സന്തോഷവും നേട്ടങ്ങളും അവരുടെ അഭിവൃദ്ധിയും ഒക്കെ കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടരുത്. പെണ്ണുങ്ങൾക്ക് കുറച്ച് അസൂയൊക്കെ കൂടുതലാണ്. അസൂയപ്പെടരുത്. അസൂയപ്പെടേണ്ട ആവശ്യമില്ല. അവർക്കുള്ളത് അവർക്കുണ്ടാവും, നമുക്കുള്ളത് നമുക്കുണ്ടാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഹാപ്പിയായി ജീവിക്കണം. നാലാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്താ അറിയോ? ഇപ്പം നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. അല്ല, ഇപ്പം ബൈ ചാൻസ് നിങ്ങളടുത്തുനിന്ന് എന്തെങ്കിലും ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെന്ന് വെച്ചോ. ഇപ്പം എന്നെ പോലുള്ളവര് അറിയാതെ ഈ പേനയൊക്കെ വാങ്ങിയിട്ടുണ്ടാവും നിങ്ങളടുത്തുനിന്ന്. പിന്നെ തരാൻ മറന്നുപോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പുറത്തു കൊടുക്കണം. ചോദിച്ചരുത്. ഇപ്പം നമ്മളോട് എന്തെങ്കിലും ചെറുതും വലുതും ഒക്കെ ചെയ്തവർക്ക് നമ്മൾ എല്ലാ ദിവസവും പുറത്തു കൊടുക്കുക. അത് നമ്മൾ അതും കൊണ്ട് ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കരുത്. അവരോട് മുൻ വൈരാഗ്യത്തോടെ പെരുമാറുകയും ചെയ്യരുത്. അവരെ മനുഷ്യന്മാരെ മുമ്പിൽ നാശാക്കരുത്. മനസ്സിലായോ? നിങ്ങൾക്കുള്ളതുപോലെ അവർക്കും അഭിമാനമുണ്ട്. അപ്പൊ അവരെ അഭിമാനം തകർക്കാൻ ശ്രമിക്കരുത്. ആയിക്കോട്ടെ. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരെ നന്നാവുക. മനസ്സിലായോ? ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങൾ എന്താ തീരുമാനിച്ചേ? ഞാൻ തീരുമാനിച്ചെന്താ വെച്ചാൽ ആദ്യം നിങ്ങൾ നന്നായിക്കോളി. ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ നന്നായി ബാക്കിയാ നന്നായിക്കോളാം.